ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥന. കർത്താവിന്റെ കരം കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. എല്ലാ അബദ്ധനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്ന സർവശക്തനായ ദൈവം. ആമേൻ. വേഗത്തിൽ നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ വേദഭാഗം വായിച്ച് ആമേൻ കർത്തൃസന്നിധിയിൽ താഴ്ന്നിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം ഇപ്പോൾ കേൾക്കുന്നവരും അതിനുശേഷം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളും എല്ലാവരും ആമേൻ. സ്തോത്രം. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമായി മാറട്ടെ. വേഗത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ജെറമ്യ ചാപ്റ്റർ 9 വേഴ്സ് ആമേൻ. അതിന്റെ 18, 19, 20 വാക്യങ്ങളാണ് ചേർത്ത് വായിക്കുകയാണ്. പക്ഷെ നമ്മുടെ വേദഭാഗങ്ങൾ ചിന്താ വേദഭാഗം എന്ന് പറയുന്നത് 19 അതിന്റെ കൂടെ ഞാനത് വായിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മലയാളത്തിൽ ഞാൻ ആദ്യം വായിക്കുന്നു. നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാതെ വണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്നും വെള്ളം ചാടത്തക്ക വണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. 19ാമത്തെ വാക്യം പറയുന്നത്, സിയോനിൽ നിന്നൊരു വിലാപം കേൾക്കുന്നു. നാം എത്ര ശൂന്യമായിരിക്കുന്നു, നാം അത്യന്തം നാണിച്ചിരിക്കുന്നു, നാം ദേശത്തെ വിട്ടുപോയല്ലോ, നമ്മുടെ നിവാസങ്ങളെ അവൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അടുത്ത പദം 20ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾക്കുവിൻ, നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തി തന്താന്റെ കൂട്ടുകാരിയെ പ്രലാപവും അഭ്യസിപ്പിക്കുവിൻ. ആമേൻ. സ്തോത്രം. നമ്മൾ ഈ വായിച്ച വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ജെറമ്യാവ് 9 അതിന്റെ 19ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. For a sound of a wailing is the heard from the Sion. How we are ruined, we are greatly disgraced, because we have forsaken the land, because of our devilings have cast us out. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന യിരെമ്യാ പ്രവാചകൻ, യിരെമ്യാവ് എന്ന് പറയുന്നത് സങ്കടങ്ങളുടെ അല്ലെങ്കിൽ കരച്ചിലിന്റെ ആമേൻ കരയുന്ന പ്രവാചകൻ എന്നാണ് അവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. നിങ്ങളെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ 9ാമത്തെ വാക്യത്തിന്റെ ആമേൻ ആ ഭാഗങ്ങൾ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ നാശത്തെ കണ്ട് കരയുവാൻ അവർ തന്റെ ജനത്തെ ആമേൻ പ്രബോധിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ദുഷ്ടൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്തു നിന്നും കരഞ്ഞ് അതിനകത്തു നിന്നൊരു വിടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കരയുന്ന ഒരു കൂട്ടത്തെയാണ് ആമേൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദുഷ്ടന്റെ പ്രവൃത്തി മറ്റൊന്നാണ്. ദുഷ്ടൻ എപ്പോഴും ആമേൻ നമ്മളെ ആമേൻ നമ്മുടെ നല്ല പ്രവൃത്തികളെ തടസ്സപ്പെടുത്താം. നമ്മളൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയെ എങ്ങനെ അതിനെ അപമാനപ്പെടുത്താം, അതിൽ നിന്ന് നമ്മളെ എങ്ങനെ പിന്തിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് അവൻ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, 3 പദങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നാം എത്ര ശൂന്യമായിരിക്കുന്നു. ഒന്നാമത്തെ കാര്യമാണ് നാം എത്ര ശൂന്യമായിരിക്കുന്നു. നാം അത്യന്തം നാണിച്ചിരിക്കുന്നു. 3ാമത് പറയുന്നു, നാം ദേഹത്തെ വിട്ടുപോയല്ലോ. ആമേൻ. സ്തോത്രം. അപ്പോ അതിന്റെ ഏറ്റവും മുകളിൽ ഒരു പദം എന്ന് പറയുന്നത്, സിയോനിൽ നിന്നൊരു വിലാപം കേൾക്കുന്നു. അവൻ ഉയർന്ന സ്ഥലം. സിയോൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഹീബ്രു പദത്തിലേക്ക് പോയി കഴിയുമ്പോൾ അതിനെ കുറിച്ച് ഒരു അർത്ഥം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, പർവ്വതം എന്നാണ് പറയുന്നത്. ഉയർന്ന സ്ഥലം, സിയോനിൽ നിന്ന് ഒരു വിലാപം കേൾക്കുന്നു.
നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഉയരത്തിൽ നിന്ന് ആമേൻ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ ആമേൻ ഞങ്ങളുടെ വിഷയത്തിനകത്തിൽ മറുപടി തരണമേ, ആമേൻ സ്തോത്രം, ഞങ്ങളെ തകർക്കാൻ നിൽക്കുന്നല്ലോ, ഞങ്ങളെ ഒന്ന് പണിതെടുക്കണമേ എന്ന് നമ്മൾ വിലാപത്തിൽ അല്ലെ നമ്മൾ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. പക്ഷെ ഇവിടെ ദുഷ്ടൻ ഒരുക്കുന്ന പദ്ധതികൾ നോക്കുകയെ ആമേൻ സ്തോത്രം, അവിടെ നമ്മളെ ശൂന്യമാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ആ ശൂന്യതയ്ക്കകത്തിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ ആമേൻ എങ്ങനെ അവൻ അതിനെ നശിപ്പിക്കാൻ അതിനുള്ള സാഹചര്യങ്ങളെ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ പൂർണ്ണമായും തന്റെ സാഹചര്യത്തിനകത്തു നിന്നും മാറ്റിക്കളയേണ്ടതിനായിട്ട്, തന്റെ പ്രാർത്ഥനാ ലൈഫിനകത്തു നിന്നും അവനെ തിരിക്കേണ്ടതിനായിട്ട് പിശാചിന് ഒത്തിരി തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാനുണ്ട്. അവൻ അതിനെ കുറിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അതിനെ വിട്ടുകൊടുക്കരുത്. നമ്മൾ അവിടെ നിന്നും വിമോചിതരായി ദൈവ സാന്നിധ്യത്തിലകത്തേക്ക് കയറുന്നവരായി തീരണമെന്ന് ഞാൻ ഈ പ്രഭാതത്തില് ആമേൻ ദൈവജനത്തോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഞാൻ രാവിലെ ഇങ്ങനെ ഞാനിങ്ങനെ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എന്റെ ഹൃദയത്തിനകത്തില് വേഗത്തില് ഈ ഒരു ഭാഗം ഇങ്ങനെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പദം കണ്ടു. ആമേൻ ദുഷ്ടനെ താറുമാറാക്കുന്ന അല്ലെങ്കിൽ ദുഷ്ടന്റെ പ്രവൃത്തികളെ ആമേൻ അഴിക്കാൻ തക്കവണ്ണമുള്ള ആമേൻ കൃപയെ നമ്മൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അതിനു മുൻപ് നമ്മൾ ആദ്യൊരു ഭാഗം നമ്മളിങ്ങനെ വായിച്ചു, സിയോനിൽ നിന്നൊരു വിലാപം കേൾക്കുന്നു, നാം എത്ര ശൂന്യമായിരിക്കുന്നു. ഉയർന്ന സ്ഥലത്ത് നിന്നും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശൂന്യതയിലേക്ക് കടന്നു പോകുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെയും ഇങ്ങനെ പ്രഭാത സമയത്തിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ദൈവാത്മാവെന്നെ എനിക്കറിയത്തില്ല, ഞാൻ ഒരിക്കലും പ്രാക്ടീസ് ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ ഒരു നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വേദഭാഗമൊന്നും അല്ല. ദൈവാത്മാവ് എനിക്ക് എന്നെ കാണിച്ചു തരുന്ന ഒരു വേദഭാഗം ഞാൻ എടുത്ത് രാവിലെ തന്നെയാണ് ഞാൻ ഇതിനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇതിന്റെ മെഡിറ്റേഷൻ നടക്കുന്നതും ഒക്കെ. അപ്പോ ഇതിനകത്തൊരു ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്തോ ഒരു ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഒന്നുകൂടെ കയറാനായിട്ട് നമ്മളെ ഒത്തിരി കൂടുതൽ പ്രചോദനം ചെയ്യുന്നുണ്ട്, നമ്മളെ അതിനകത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ പ്രഭാതത്തിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് ഒരു ദൂത് പറയുന്നു. ആമേൻ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയുടെ തലം വർദ്ധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുള്ളത് എനിക്കറിയത്തില്ല. പ്രാർത്ഥനയുടെ തലങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. അസാധാരണമായ തലത്തിലേക്ക് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷയ്ക്കകത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കും. ആമേൻ ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആമേൻ ഈ പാരറ്റ്, അതായത് തത്തയെ നമ്മൾ ഒരു കൂട്ടത്തിനകത്തു നിന്നും പിടിച്ചു മാറ്റിയിട്ട് അതിനെ സപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിനെ അതിന്റെ കൂട്ടിനകത്ത് അടച്ചിട്ടിട്ട് അതിനെ നിങ്ങൾ നാട്ടിൻപുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരുതരം പ്രത്യേകതരം ഇല അതിന് കടിച്ചു തിന്നാനായിട്ട് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ കിടന്നപ്പോ ഇതിന്റെ നാവിനൊരു ആമേൻ ഒരു തടിപ്പുണ്ടായിരുന്നു. ആമേൻ. അതിന്റെ ഭാഷ മാത്രമേ സംസാരിക്കാൻ കഴിയത്തുള്ളായിരുന്നു. കാരണം കൂട്ടത്തിൽ എന്തും ചെയ്യാൻ പറ്റും, ഏത് വിഷയവും ചെയ്യാൻ പറ്റും. ആമേൻ സ്തോത്രം. പക്ഷേ സപ്പറേഷൻ ആയി കഴിയുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ, സപ്പറേഷൻ ആയി കഴിയുമ്പോൾ ആമേൻ ആ നാവിന്റെ തടിപ്പ് മാറ്റാൻ വേണ്ടിയാണ്, ആ തത്തയുടെ അല്ലെങ്കിൽ ആ പാരറ്റിന്റെ അതിന്റെ തടിപ്പ് മാറ്റാൻ വേണ്ടി ഞങ്ങളിങ്ങനെ എന്റെ വീട്ടിനകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പനയോലയുടെ ഇല, അത് ഏറ്റവും അരം കൂടിയ ഏറ്റവും കഠിനതയുള്ള ആ ഇല അതിനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അതിങ്ങനെ ചവച്ച് അതിങ്ങനെ ചവച്ച് അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ശ്രദ്ധിച്ച് അത് പിന്നെ നമ്മുടെ ഭാഷയിലേക്ക് വരും.
ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് ദൂത് പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊരു കൂട്ടത്തിനകത്ത് കയറിയിരിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ കൂട്ടത്തിനകത്താണോ കയറിയിരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, പ്രാർത്ഥനയുടെ ഒരു ഭയങ്കരമായ കോളിംഗ്, പ്രാർത്ഥനയുടെ ഒരു അധികാരം നിങ്ങളുടെ നാവിന്മേലേക്ക് കർത്താവ് നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നമുക്കൊരു ബോൾഡ്നെസ് ഉണ്ടാകും. നമ്മൾ അതിനകത്തിൽ ഉറയ്ക്കാനായിട്ട് തുടങ്ങും. നമ്മൾ അതിനെ ആമേൻ അതിനകത്തിലേക്ക് നമ്മൾ ശക്തമായിട്ട് കയറാനായിട്ട് തുടങ്ങും. അത് നമ്മൾ പിന്നീട് നമ്മൾ പറയുമ്പോൾ ആമേൻ അതിനകത്തൊരു ആമേൻ ഉണർവുണ്ടാകും. ആമേൻ ആ വേർഡുകൾക്കകത്തൊരു അസാധാരണമായ ശക്തി ഉണ്ടാകും. ഞാൻ ഈ പ്രഭാതത്തിൽ എൻകറേജ് ചെയ്യുകയാണ്, പ്രാർത്ഥനയുടെ സാന്നിധ്യം വർദ്ധിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാടുകളെ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ആമേൻ ഉറപ്പായിട്ടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ആമേൻ ശക്തമായൊരു മുന്നേറ്റം നമുക്ക് കർത്താവ് തരും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വേഗത്തില് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായം ആമേൻ ജെനസിസ് 11 8-ാമത്തെ വാക്യത്തില് ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട്. ആമേൻ. ദേശത്ത് എല്ലാ ഭാഷകളും ഒന്നായിട്ടിരുന്നു. എന്ന് വെച്ചാൽ ദൈവം എല്ലാവരെയും ഒരുപോലെ ആണ്. ഒരാളെ സൃഷ്ടിച്ചു, അതിൽ നിന്നാണ് അടുത്ത ജനറേഷൻ ഉണ്ടായി. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ദൈവം ഭൂമിയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവനും തന്റെ മക്കളെ കാണുമ്പോഴും ഒക്കെ അവരുടെ ഭാഷയെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഒരു എന്താ പറയുന്നത്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഭാഷ മാത്രമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ 8-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, അങ്ങനെ യഹോവ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. എന്നാൽ അവരെ ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു എന്ന് അരുളി ചെയ്തു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ദൈവം സൃഷ്ടിച്ച ഒരുവൻ, ആമേൻ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയപ്പെടുന്നത്, ദേവപർവ്വതത്തിൽ നിന്നും ആമേൻ ലൂസിഫറിനെ അവൻ വെട്ടിക്കളഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന്റെ അകത്ത് അഹന്ത വ്യാപരിച്ചു. അല്ലെങ്കിൽ ആമേൻ ദൈവത്തെക്കാട്ടിലും വളർന്നു. ദൈവത്തെ ആരാധിക്കുന്നത് പോലെ എന്നെ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല എന്നുള്ള മനോഭാവം അവന്റെ ഹൃദയത്തിനകത്ത് വന്നപ്പോൾ അവനെ അതിനകത്തു നിന്നും എത്ര വലിയ, നിങ്ങൾക്ക് അറിയാൻ കഴിയും, അവന്റെ ചരിത്രം പഠിച്ചാൽ അറിയാൻ കഴിയും. അവന്റെ ചിറകുകൾ ഉയർത്തിക്കഴിഞ്ഞാൽ ഏകദേശം 10,000-ൽ പരം വാദ്യോപകരണങ്ങളുടെ ആമേൻ സ്തോത്രം ആ ഒരു സാന്നിധ്യം അതിനകത്തുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ദേവപർവ്വതത്തിൽ. അപ്പോ അത്രയും ഉന്നത തലത്തിൽ നിർത്തിയ ഒരു വ്യക്തിയെ പോലും ദൈവം ആമേൻ ഈസി ആയിട്ട് അവിടെ നിന്നും പുറത്താക്കാനിടയിൽ. എന്താണെന്നറിയാമോ? അവന്റെ അകത്ത് കോപത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ അഹന്ത വർദ്ധിച്ചപ്പോ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് ശാന്തമായി ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിനകത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും കയറുക. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 9-ാമത്തെ വാക്യങ്ങൾ, സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയുകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് എന്തുകൊണ്ടാണ് ചെയ്തത്? അവിടെ അവര് ചെയ്യാൻ തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാല് അവര് ദൈവത്തെ ആമേൻ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം അവർ ആരംഭിക്കുകയാണ് ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തെക്കാട്ടിലും വലിയത് അവർ ചെയ്യുവാനായിട്ട് തുടങ്ങി. അവരവിടെ നിങ്ങൾ ആ 3-ാമത്തെ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, 3-ാമത്തെ വാക്യമൊക്കെ വായിച്ച്, അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക കറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. ആമേൻ. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവൻ പറഞ്ഞു. കണ്ടോ? അഹന്ത അല്ലെന്നുണ്ടെങ്കിൽ ദുഷ്ടന്റെ ചിന്ത ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവം പറയുന്നതനുസരിച്ചല്ല, തന്റെ സ്വന്തം
സ്വന്തം ചിന്താഗതികളെ കൊണ്ട് ആമേൻ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആമേൻ ആമേൻ ആ പ്രതികൂലങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ എൻകറേജ് ചെയ്ത് പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തു നിന്നുകൊണ്ട് മാത്രമാകട്ടെ, ദൈവത്തിന്റെ കൃപയ്ക്കകത്തു നിന്നുകൊണ്ട് മാത്രമാകട്ടെ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തിലേക്ക് കയറുമ്പോൾ നാമം ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ മകനായി മകളായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ചിലത് നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അവിടെ നിന്ന് വേഗം ഞാൻ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഈ ഇയ്യോബിന്റെ പുസ്തകത്തില് അതിന്റെ 5-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം ജോബ് വാസ് 5, ആമേൻ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്നുണ്ട്, അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയില്ല. ശ്രദ്ധിച്ചോണം, അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആ ഭാഗം ഞാൻ അവിടെ വിടുകയാണ്, നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെയധികം നമ്മുടെ ജീവിതത്തിനകത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. അതിനെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടിയും ദൈവസന്നിധിയിൽ നമ്മൾ ആമേൻ ഇടിവിൽ നിൽക്കുന്നവരായി തീരട്ടെ. ആമേൻ ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവാചക പുസ്തകത്തിലേക്ക് വരികയാണ്. വേഗത്തിൽ ആമേൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആമേൻ 37-ാമത്തെ അധ്യായം 37:27 നമുക്കൊന്ന് വരാം. ആമേൻ ഹല്ലേലൂയ. അവിടെ പ്രകാരമാണ് പറഞ്ഞത്, അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വരണ്ട് അമ്പരന്നു പോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെ ആയി തീർന്നു. ആമേൻ. ദുഷ്ട ചിന്താഗതികളുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ നമ്മൾ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിനകത്തിലേക്ക് കയറുന്നതിന് മുന്നമേ നമ്മളെ തന്നെ ആമേൻ ഒന്ന് ശുദ്ധീകരിക്കുക. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഞാൻ വായിച്ച ഭാഗം നിങ്ങൾ കേട്ടോ, നാം എത്ര ശൂന്യമായിരിക്കുന്നു, നാം അത്യന്തം നാണിച്ചിരിക്കുന്നു. ആമേൻ. നമ്മളെ തന്നെ ഹൃദയത്തിനെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഹൃദയത്തെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആമേൻ നമ്മുടെ ആമേൻ ആത്മീക മേഖലയ്ക്കകത്ത് അസാധാരണമായിട്ടുള്ള ആമേൻ അപ്ഗ്രേഡേഷൻ സംഭവിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു അപ്ഗ്രേഡേഷൻ പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ എന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അടുത്തൊരു റലത്തിനകത്തിലേക്ക് കയറുവാൻ എനിക്കൊരു അപ്ഗ്രേഡേഷൻ ഉണ്ടാകണം. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തിലേക്ക് കയറുവാൻ എനിക്കൊരു അപ്ഗ്രേഡേഷൻ ഉണ്ടാകണം. ഹല്ലേലൂയ. നിന്റെ അപ്ഗ്രേഡേഷൻ മാറി അല്ലെന്നുണ്ടെങ്കിൽ നീ അപ്ഗ്രേഡേഷനിലേക്ക് കയറി കഴിയുമ്പോൾ ആമേൻ നീ ഒരു പുതിയ റലത്തിനകത്തിലേക്ക് കയറി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു എല്ലാ ചുറ്റുപാടുകളും മാറാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ശൂന്യമായിരിക്കുന്നത് മാറാൻ തുടങ്ങും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു അസ്വസ്ഥത അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ആമേൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കയറിയിരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആമേൻ ഒത്തിരി പ്രോബ്ലംസുകളാണ് നമ്മുടെ മുമ്പിൽ, നമുക്ക് അങ്ങോട്ട് കയറി ഇരിക്കാനായിട്ട് കഴിയത്തില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്തെങ്കിലുമൊക്കെ ആമേൻ ആമേൻ നമ്മളെ ചുറ്റി വരിയുന്ന പ്രോബ്ലംസുകൾ നമ്മുടെ നടുവിൽ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. ദുഷ്ടനറിയ പ്രാർത്ഥിച്ചാൽ ഇവന് വിടുതൽ കിട്ടുമെന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടും അവനറിയാം. പക്ഷെ എന്നാൽ അവൻ ഈ തക്ക സമയത്ത് ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നമ്മൾ ഇപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത സെക്കൻഡിനകത്ത് അതിന്റെ മറുപടി കിട്ടുന്നതാണ് ആമേൻ ഗോഡ് ആമേൻ ഹല്ലേലൂയ കണക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ പ്രാർത്ഥനയ്ക്കകത്തിൽ എനിക്കൊരു മറുപടി കാണണം, ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ എനിക്കൊന്ന് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ അതിനുവേണ്ടി ഒന്ന് പണിതെടുക്കണമേ എന്ന്. ഹല്ലേലൂയ. അവൻ എന്റെ ചിറകുകൾ അതിനുവേണ്ടി ഒന്ന് പറക്കുവാനൊന്ന് ശീലിപ്പിക്കണമേ എന്ന് ആമേൻ ഹല്ലേലൂയ ഒന്ന് പഠിപ്പിക്കാൻ കഴിയണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് പകലിൽ? ഹല്ലേലൂയ സ്തോത്രം. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കുവാനായിട്ട് ശീലിപ്പിക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. ആമേൻ ഹല്ലേലൂയ. ഉയരത്തിൽ നിന്നും താഴേക്ക് അതിനെ പതിപ്പിക്കും. എന്നിട്ട് അത് നോക്കി ആമേൻ അത് തകർന്നു പോകുന്നത് ഒരിക്കലും അത് ആമേൻ ഹല്ലേലൂയ അതിന് കാണുവാൻ കഴിയത്തില്ല. അത് താഴേക്ക് പെട്ടെന്ന് സ്പീഡിൽ വന്നിട്ട് അതിന്റെ ചിറകുകൾ മേൽ അതിനെ വഹിച്ചെടുക്കും. കാരണം
എന്താണെന്നറിയാമോ? അതിനറിയാം തന്റെ കുഞ്ഞിന് ആമേൻ ഇത്രയ്ക്കുള്ളത് ശക്തിയേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ആമേൻ മെല്ലെ 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 ആ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ആമേൻ ഹല്ലേലൂയ തന്റെ അമ്മയെ പോലെ ആകാശങ്ങളിലേക്ക് അത് കുതിച്ചുയരുന്നത് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ പ്രഭാതത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തിലേക്ക് കയറ്. ആമേൻ പുതിയത് ചിലത് പ്രാപിച്ചെടുക്കുവാൻ തക്ക ഉയരത്തിന്റെ ശക്തികളെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവവുമായിട്ടുള്ള അടുത്ത റലത്തിനകത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള അടുത്ത റലത്തിനകത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഉയരങ്ങളിലേക്ക് പറന്നു കയറുവാൻ തക്കവണ്ണം, ഉയരത്തിന്റെ ശക്തികളെ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ ബലപ്പെടുത്തണമേ എന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. ആമേൻ ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും അമ്പരന്ന് പോകും, നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതാകും. എന്താ കാര്യം അറിയാമോ? നിന്റെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. കഴിഞ്ഞ നാളുകളിൽ ആമേൻ സ്തോത്രം ശൂന്യതയായിരുന്നു. ആമേൻ സ്തോത്രം ദൈവസന്നിധി ഇരിക്കാൻ കഴിയത്തില്ല, നാണമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ അത്യന്തം നാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്ലാനതയായിരുന്നു. ആമേൻ ഹല്ലേലൂയ. എന്നിട്ട് അടുത്തൊരു ചിന്ത പിശാച് കൊണ്ടിരുന്നതാണ്, നീ ദേശത്തെ വിട്ടുപോയല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള കണക്ഷൻ നീ വിട്ടു. മൊത്തത്തിൽ നമ്മളെ എന്താ പറയുന്നത്, ഒരു വല്ലാത്ത അവസ്ഥക്കകത്തിലേക്ക് കൊണ്ടുവരും. ആമേൻ ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കട്ടെ. ആമേൻ നീ അടുത്ത റലത്തിനകത്തിലേക്ക് കയറ്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. സിയോന്റെ വിലാപം ആമേൻ അത് ഉയരുന്നത്, ആമേൻ അത് പർവ്വതങ്ങളിൽ നിന്ന് ഉയരപ്പെടുമ്പോൾ ആമേൻ ഹല്ലേലൂയ പിശാചിന് അതിനെ തൊടാൻ കഴിയാത്ത രീതിയിൽ ആമേൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്തിലെ ആഴത്തിലേക്ക് കയറി കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനെന്ന്. ആമേൻ ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് പോലെ, വചനത്തിലൂടെ സംസാരിക്കുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. ആമേൻ. ഐശയ്യാ 41:11 ആണ് ഞാൻ വായിച്ചത്. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. ആമേൻ സ്തോത്രം. എപ്പോഴാണെന്ന് അറിയാമോ? ആമേൻ നീ പറയുന്നത് സംഭവിക്കുമ്പോൾ. ആമേൻ ഹല്ലേലൂയ. ദൈവജനം ഇന്ന് കേൾക്കണം, ഈ പ്രഭാതത്തിൽ നമ്മൾ പറയുന്നത് സംഭവിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിനകത്തില് അങ്ങനെ ഒരു കൺസെപ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത റലത്തിനകത്തിൽ പ്രാർത്ഥനയിൽ കയറിക്കോണം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഇതൊരു പ്രാർത്ഥനാ അന്തരീക്ഷമാണ്. ഈ പ്രാർത്ഥനാ അന്തരീക്ഷത്തിനകത്ത് നമ്മൾ കയറിയിരിക്കുമ്പോൾ അടുത്ത റലത്തിനകത്തിലേക്ക് കയറണം. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അതിനകത്തിൽ ജയം കണ്ടെത്തുന്നവരായി തീരട്ടെ. ആമേൻ ഹല്ലേലൂയ. ഞാൻ എൻകറേജ് ചെയ്യുന്നു ഓരോ വ്യക്തികളെയും. ആമേൻ ഹല്ലേലൂയ. ദുഷ്ടനെ നിന്നെ തൊടാൻ കഴിയാത്ത രീതിയിൽ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ ലജ്ജിച്ച് തലകുനിക്കാത്ത രീതിയിൽ. ആമേൻ ഹല്ലേലൂയ. ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ആമേൻ അവൻ എത്രത്തോളം ഇങ്ങനെ കിടന്ന് ആമേൻ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടെന്താ ആമേൻ അവനൊരു വിടുതൽ കിട്ടാത്ത, അവന്റെ ലൈഫിനകത്തിൽ എന്താ ഒരു മാറ്റം ഉണ്ടാകാത്തത്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവുമായിട്ടുള്ള ആഴത്തിലേക്കുള്ള ബന്ധത്തിനകത്തിലേക്ക് ഒന്ന് കയറിക്ക്. ആമേൻ എവിടെയാണോ നഷ്ടപ്പെട്ടത്, ആമേൻ ഹല്ലേലൂയ, എവിടെയാണോ നമ്മുടെ ആത്മീയതയ്ക്കകത്ത് എവിടെയെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ അതിനെ ഒന്ന് തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ ഉൾമനോഭാവങ്ങളിലേക്ക്, യേശുവിന്റെ ആമേൻ ഉൾചിന്തകൾക്കകത്തിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊന്ന് കയറാൻ കഴിയട്ടെ. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഉയർത്തിക്കൊണ്ട് കർത്താവുമായിട്ടൊന്ന് പറഞ്ഞ, കർത്താവേ ആമേൻ ഇന്ന് ഈ രാത്രിയിൽ ആമേൻ ഈ പ്രഭാത സമയത്ത് കർത്താവേ ഞാൻ അങ്ങയുടെ മുൻപിൽ ആമേൻ വളരെ പ്രാർത്ഥനയോട് വന്നിരിക്കുകയാണ്. കർത്താവേ എന്റെ ശരീരത്തെ, എന്റെ ആത്മാവിനെ ഞാൻ അങ്ങിലേക്ക് ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ ആമേൻ സ്തോത്രം അത് വായിച്ച് ഞാൻ അത് ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആമേൻ ഹല്ലേലൂയ. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. എത്ര പേര് പറയും ഇന്ന് പ്രഭാതത്തിൽ? ആമേൻ സ്തോത്രം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ. ശ്രദ്ധിച്ചോ നിങ്ങൾ? ജെറമ്യാ
20:11 ആണ് ഞാൻ വായിച്ചത്. ബട്ട് ദ ലോർഡ് ഈസ് വിത്ത് മീ ലൈക്ക് എ മൈറ്റി awake inspiring on. Therefore my persecutors will stumble and will not prevail. They will be greatly ashamed, for they will not prosper. Their everlasting disgrace will never be forgotten. ആമേൻ, ഹല്ലേലൂയ. മലയാളത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മഹാവീരനെ പോലെ യഹോവ എന്റെ കൂടെയുണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ? നാമും ദൈവവുമായിട്ടുള്ള ആമേൻ ആ ഒരു ബന്ധത്തിനകത്തിലേക്ക് കയറിയപ്പോൾ ആമേൻ, ഹല്ലേലൂയ, കർത്താവ് പറയുകയാണ്, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ആമേൻ, ഹല്ലേലൂയ. എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നു പോകാത്ത ലജ്ജയോടെ തന്നെ. ആമേൻ. ഒത്തിരി ദൂതുകൾ ഇതിനകത്ത് നിന്ന് നമുക്ക് വേണേ പറയാൻ കഴിയും. പക്ഷെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം വർദ്ധിക്കണം. ഇതിലൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊന്ന് കയറണം. ഒരു സോണുണ്ട്, ഒരു എക്സ്ട്രാ സോണുണ്ട്. ആ സോണിനകത്തിലേക്ക് നമ്മളൊന്ന് കയറിക്കാട്ടെ. ഈ പ്രഭാതത്തിൽ അവന് വേറെ ഒരു ലെവലിനകത്തിലേക്ക് കർത്താവ് നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ, ഹല്ലേലൂയ. ഒരു മൗണ്ടൻ പ്രയർ ആമേൻ, അതിനകത്തിലേക്ക് ഒന്ന് കയറി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേര് ആമേൻ, ഹല്ലേലൂയ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കും. പക്ഷെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എൻകറേജ് വേർഡ് ഒന്ന് മാത്രമാണ്. ആമേൻ, ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തിലേക്ക് കയറുക. കർത്താവ് ആമേൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ ആമേൻ, ഹല്ലേലൂയ, എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിപ്പിക്കാതെ എനിക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കയറുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപ എനിക്ക് പകർന്നു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേൻ, ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ, ഞങ്ങൾ ശൂന്യമായിരിക്കുന്ന സ്ഥലമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത്യന്തം ഞങ്ങൾ നാണിച്ചിരിക്കുന്ന മേഖലകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ നിന്ന് ഇതിനകത്തു നിന്നൊന്ന് മാറിപ്പോയി കളയാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന മേഖലയുണ്ട്. പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി കിട്ടുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. പല സമയങ്ങളിലും ദൈവസന്നിധിയിൽ ഇരുന്നു, പക്ഷേ ആമേൻ, കർത്താവ് ചോദിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇതൊരു വ്യക്തിയുടെ പ്രശ്നമാണോ അതോ എന്റെ വിഷയമാണോ? ആമേൻ. സ്വയമേ നമ്മൾ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ കയറുക. നമ്മുടെ പ്രതികൂലങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് അതിന് തക്ക മറുപടി തന്ന് മാനിക്കും. ഞാൻ ഈ പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, കടന്നു വന്ന ജനത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ പ്രസൻസ്, അങ്ങയുടെ ഗ്ലോറി ഇന്ന് പകലിൽ കർത്താവേ അങ്ങയുടെ ജനത്തിന്റെ മേൽ വീഴട്ടെ. ഞങ്ങൾ വായിച്ച വാക്യം പോലെ തന്നെ ആമേൻ, ഉയരത്തിൽ നിന്നുമുള്ള ദൈവത്തിന്റെ പ്രസൻസ് ഞങ്ങളുടെ മേൽ വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത വലിയ കൃപകൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.